ഹായ് ഫ്രണ്ട്സ്, റോസാ ചെടികൾ എപ്പോഴും ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെങ്കിൽ ചെടിയുടെ റൂട്ട് ഹെൽത്തി ആയിരിക്കണം. ചെടിയുടെ റൂട്ടിനെ ഹെൽത്തി ആക്കാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, റോസ് ചെടി വാങ്ങി വെച്ചിട്ട് 1 വർഷമായി 2 വർഷമായി അത് വാങ്ങി വെച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിന് തീരെ ഗ്രോത്ത് ഇല്ല, പുതിയ തളിർപ്പുകൾ വരുന്നില്ല, പൂക്കൾ വരുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ചെടിയുടെ വേരുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും വെള്ളവും ഒന്നും കറക്റ്റായിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ കഴിവിനെ നമുക്ക് എങ്ങനെ നൽകാൻ പറ്റുമെന്ന് വെച്ചാൽ, അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് റൂട്ട് ട്രീറ്റ്മെൻറ്റ്. ഈ റൂട്ട് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മുരടിച്ച് നിൽക്കുന്ന റോസ് ചെടികളുണ്ടെങ്കിൽ അതിനെല്ലാം ഇതുപോലെ റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. തീരെ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന റോസ് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അതിൽ പുതിയ ഷൂട്ട്സൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മണ്ണിൽ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ ഉണ്ടാകും. അതുകൂടാതെ റൂട്ട് നന്നായിട്ട് വളരും. എയർ സർക്കുലേഷൻ മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ റൂട്ട് നന്നായിട്ട് വളരുള്ളൂ. അതുകൂടാതെ വേരുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ചെടികൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ അത് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.